കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുത്ത തീമ എൻ്റെ ഹൃദയത്തിൽ ഒരു ചാട്ടുളി പോലെ തുളച്ചു കയറി. നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുവീൻ. തലകളെ ഉയർത്തി നോക്കിയാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അരമുറുക്കി കാലിൽ ചെരുപ്പിട്ട് നമ്മൾ ഓടും. അടുത്ത വാക്യം ഒരു വലിയ സ്ഫോടനമാണ് എൻ്റെ ഹൃദയത്തിൽ വരുത്തിയത്. നിലങ്ങൾ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നല്ല, വെളുത്തിരിക്കുന്നു. വയലുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ, പാടശേഖരങ്ങൾക്ക് സമീപം ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യൻ, കൊയ്ത്തും വിതയും മെതിയുമൊക്കെ നന്നായി അറിയാവുന്നൊരു മനുഷ്യൻ. ഈ നിലങ്ങൾ വെളുത്തതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ നെല്ല് വിളയും. ആ വിളയുന്ന നെല്ലിൻ്റെ കളറ് വെളുപ്പല്ല, ഗോൾഡൻ കളറാണ്. കൊയ്ത്തിൻ്റെ സമയം കഴിയുമ്പോൾ ആ നിറം മങ്ങും, അത് വെളുക്കും. നമ്മുടെ ഹൃദയം ഒന്ന് ഉടയണം. ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊയ്ത്തിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ആര് കൊയ്തെടുക്കുമെന്ന് കറ്റകൾ ചോദിക്കുകയാണ്. ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് വയലേലകളിലേക്ക് നമുക്ക് ഇറങ്ങണം. ആത്മാക്കളുടെ കണക്ക് ചോദിക്കുന്ന യജമാനനായി നമ്മുടെ കർത്താവ് വരാറായി. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് ആധാരമായി ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത് വചനമാണ് നാം വായിക്കാൻ പോകുന്നത്. ഈ രാത്രിയിലെ പ്രഭാഷണത്തിന് ബോൽബലകമായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത് വചനം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. നല്ല വചനത്തിനായിട്ട് കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കണ്ണുകളടച്ച് തലവണയ്ക്ക് ഒരു നിമിഷം ഈ വാക്യത്തിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം എന്ന പദം പറയാൻ പ്രാപ്തിയില്ലാത്ത ആരും ഇന്ന് രാത്രി ഈ പന്തലിൽ ഇല്ലെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഹല്ലേലൂയ. ന്യായമായ ശബ്ദം കൊണ്ട് സ്തോത്രം എന്ന പദം പ്രയോഗിക്കുവാൻ പ്രാപ്തി ലഭിച്ച എല്ലാ ദൈവമക്കളും അല്പനിമിഷം നാവുകൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ചെറുവക്കൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. 32-ാമത് മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. വിശാലമായൊരു പന്തൽ ഇവിടെ ഉണ്ട് എന്നുള്ളതല്ല, മനോഹരമായൊരു സൗണ്ട് സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളതല്ല, ഇവിടെ ഇട്ട കസേര മുഴുവൻ ഫില്ലായി എന്നുള്ളതല്ല, ഈ പ്ലാറ്റ്ഫോമിൽ നൂറുകണക്കിന് പാസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളതല്ല. ഈ യോഗത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഒരുവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്ന് തല ഉയർത്തി നോക്കാമെങ്കിൽ നമ്മുടെ നടുവിലൂടെ നടക്കുന്ന ആ മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ കുടപ്പന്തലിൻ്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ എല്ലാവരും അല്പനിമിഷം നാവുകൾ തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. കൈകളടിക്കുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർക്ക് കൈകളടിക്കുക. അന്യഭാഷ പറയുവാൻ പ്രേരണ ലഭിക്കുന്നവർക്ക് അന്യഭാഷ പറയാം. സ്തോത്രം പറയുവാൻ പ്രേരണ ലഭിക്കുന്നവർക്ക് സ്തോത്രം പറയാം. അല്പനിമിഷം ആത്മാവിൽ നിന്ന് ബലപ്പെട്ടാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൻ്റെ പ്രകാശനങ്ങൾക്ക് ശക്തമായി ഒരു ഒഴുക്കുണ്ടാകുവാൻ, ദൈവവചനത്തിൻ്റെ ദൂതകൾക്ക് ശക്തമായ ഒരു ഒഴുക്കുണ്ടാകുവാൻ ഒരുമിച്ച് അല്പനിമിഷം ആത്മാവിൽ നിന്ന് പോരാടി പ്രാർത്ഥിച്ചാട്ടെ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ അല്പനിമിഷം ആത്മാവിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ അപ്പമായ സ്വർഗസ്ഥ പിതാവേ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത നിസ്തുല്യ വചനങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രിയിലെ ധ്യാനത്തിന് ആധാരമായി ഞങ്ങൾ തിരഞ്ഞെടുത്ത തിരുവെഴുത്തിനെ സ്തോത്രത്തോടെ തിരുക്കരത്തിൽ തരികയാണ്. ഈ തിരുവെഴുത്തിൻ്റെ പൊരുളുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തിരിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ തുണ നിൽക്കണം.
ബലഹീനന്റെ നാവിൽ ലാവണ്യം പകരണം. ദുർബലമായി അധരത്തെ സമർത്ഥകനായി ലേഖകന്റെ എഴുത്തുകോലാക്കണം. ജനത്തോട് ഇന്ന് രാത്രിയിൽ സംസാരിക്കണം. അങ്ങയുടെ വചനത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ ഉറപ്പിക്കണം. നിറവോടെ ഈ രാത്രി ഞങ്ങളെ മടക്കി അയക്കണം. വചനത്തിൻ്റെ പ്രകാശനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന സകല ഇരുളുകളെയും അവിടുന്ന് തന്നെ ശാസിക്കണം. അന്തരീക്ഷം ഞങ്ങൾക്ക് അനുകൂലമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. വായിച്ച അനുഗ്രഹീതമായ വേദഭാഗങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. പ്രസിദ്ധമായ ചെറുവക്കൽ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഉണർവ് യോഗം കൂടിയാണ്. ഞാനൊരു സുവിശേഷ പ്രഭാഷകനാണ്. അപ്പോൾ പബ്ലിക് വേദികളിലെ പ്രസംഗങ്ങൾ എനിക്ക് ഒത്തിരി ആവേശമാണ്. പക്ഷേ ചെറുവക്കൽ കൺവെൻഷൻ്റെ പ്രത്യേകത ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇതൊരു ഉണർവ് യോഗമാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് നൽകി തരുന്നത് ഒരു ഉണർവിൻ്റെ സന്ദേശമാണ്, ഒരാത്മീക ദൂതാണ്. അതിനാധാരമായി നമ്മൾ പരസ്യമായി വായിച്ചു കേട്ട വേദഭാഗങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമാണ്. വിശേഷിച്ച് കർത്തൃദാസന്മാർക്ക് ഈ വാക്യമേറെ സുപരിചിതമാണ്. എന്നെ സംബന്ധിച്ച് ഈ വാക്യം ഒരു പുതിയ വാക്യമല്ല. ദൈവവചനം പ്രസംഗിക്കുവാൻ ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ സാധാരണ ഞാൻ ശുശ്രൂഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് ഈ രാത്രിയിൽ ഇവിടെയും വായിച്ചത്. ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉത്തമഗീത പുസ്തകത്തെക്കുറിച്ച് ആമുഖമായി 1, 2, 3 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചിട്ട് ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ എന്താണ് ഉത്തമഗീതത്തിൻ്റെ സവിശേഷത? സാധാരണഗതിയിൽ നമ്മുടെ പ്രസംഗവേദിയിൽ അറിഞ്ഞും അറിയാതെയും നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിളിൽ ഉത്തമഗീതത്തെ ഒരധികപ്പറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന വേദ പണ്ഡിതന്മാരുടെ എണ്ണവും കുറവല്ല. ഉത്തമഗീതം ഞാൻ ശാന്തമായി ഒന്ന് ധ്യാനിച്ചപ്പോൾ 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്ര മനോഹരമായ പേരുള്ള ഒരു പുസ്തകം വേറെ ഇല്ല. സാധാരണ കുടുംബ പ്രാർത്ഥനകളിലോ സഭാരാധനകളിലോ ഒന്നും നമ്മൾ ഉത്തമഗീതം വായിക്കാറില്ല, വായിക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇത് കേട്ടിട്ട് നാളെ സഭായോഗത്തിൽ ഇത് വായിക്കുകയും വേണ്ട. എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളെ കൊണ്ട് ആദ്യം ഞാൻ ലേഖനങ്ങളെല്ലാം വായിപ്പിച്ചു. പിന്നീട് അവർ സങ്കീർത്തനങ്ങൾ മുഴുവൻ വായിച്ചു. പിന്നീട് അവരെ കൊണ്ട് സുവിശേഷവും വായിപ്പിച്ചു. പക്ഷെ ഉത്തമഗീതം വായിക്കാൻ ഞാൻ അവരോട് പറഞ്ഞില്ല. സഭാരാധനയിൽ സങ്കീർത്തന പ്രബോധനത്തിന് പകരം ആരും ഉത്തമഗീതം വായിക്കാറില്ല. അപ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പ്രസംഗവേദികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. ഞാൻ പറഞ്ഞല്ലോ, പേരുകൊണ്ട് 66 പുസ്തകങ്ങളടങ്ങിയ ബൈബിളിൽ എത്ര മനോഹരമായ ഒരു പുസ്തകം വേറെയില്ല. ഉത്തമഗീതം ഒന്ന് പറഞ്ഞേ, ഉത്തമഗീതം. ഈ പുസ്തകത്തിൻ്റെ പേര് ഉത്തമഗീതം എന്നുള്ളതായതുകൊണ്ട് ഇത് വായിക്കേണ്ടിയതും ഏറെക്കുറെ ഉത്തമന്മാരായ ആളുകൾ തന്നെയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനെ വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പുസ്തകം വായിക്കാൻ കഴിയൂ. അല്ലാത്തൊരാൾ ഈ പുസ്തകം വായിച്ചാൽ ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രതികരണം വ്യത്യസ്തമാണ്. കുറേ നാൾ മുമ്പ് നമ്മുടെ നാട് ഭരിച്ച ഒരു അധികാരിക്ക് ക്രിസ്ത്യാനികളുടെ വിശിഷ്ട ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്ന വേദപുസ്തകം വായിക്കാൻ ഒരാഗ്രഹം. ആഗ്രഹം മനസ്സിലൊതുക്കിയവർ യാത്ര ചെയ്തു. യാത്രാമധ്യേ ഒരു ബൈബിൾ സംഘടിപ്പിച്ചു. ഒരു ഒഴിവ് ദിവസം അവർ കുളിച്ച് ശുദ്ധിയുള്ളവരായി വന്നിട്ട് അവരുടെ സ്വീകരണ മുറിയിലെ മേശപ്പുറത്ത് നിവർത്തി വെച്ച ബൈബിൾ
നമസ്തേ എന്ന് പറഞ്ഞ് ഈ ബൈബിൾ അവർ തുറന്നപ്പോൾ ആദ്യം അവർക്ക് കിട്ടിയത് ഉത്തമഗീതമാണ്. ആർത്തിയോടെ വായിച്ചു. വായിക്കും തോറും അവരുടെ മുഖഭാവം മാറി. ദീർഘിപ്പിച്ചില്ല. പുസ്തകം ആഞ്ഞടച്ച് മേശമൂലയിലേക്ക് തള്ളിവിട്ടിട്ട് അവർ ചോദിച്ചു, ഇതാണോ വിശുദ്ധ ഗ്രന്ഥം? അതാ ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയില്ലാത്തൊരു വ്യക്തി ഈ പുസ്തകം വായിച്ചാൽ ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഇവരുടെ പ്രതികരണം വ്യത്യസ്തമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയകത്തുള്ളൊരു ദൈവവൈദ്യൻ ഈ പുസ്തകം വായിച്ചാൽ ആഞ്ഞടച്ചു മേശമൂലിലേക്ക് തള്ളിവിടുകയില്ല. ആനെന്ന നൃത്തം ചവിട്ടി അവർ ദൈവത്തെ ആരാധിക്കും. ഞാൻ ഈ പുസ്തകത്തെ ശാന്തമായി ഒന്ന് ധ്യാനിച്ചപ്പോൾ 2 കഥാപാത്രങ്ങൾ ഉത്തമഗീതത്തിലുണ്ട്. ഉത്തമഗീതത്തിന് 4 ഉള്ളടക്ക സ്വഭാവമുണ്ട്. ഉത്തമഗീതത്തിന് 4 വ്യാഖ്യാന വിധമുണ്ട്. അത് ഓടിച്ചൊന്ന് പറഞ്ഞ് ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. 2 കഥാപാത്രങ്ങളെ ഉത്തമഗീതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഇരുൾ നിറം ബാധിച്ച ശൂലേമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അവൾ ദൈവസഭയ്ക്ക് നിഴലാണ്. 2, സുമുക്കനും കോമളനും ആരോഗ്യദൃഢകായനുമായ ഒരാട്ടിടയച്ചിറക്കൻ. അവൻ വീണ്ടെടുപ്പുകാരനാകുന്ന യേശുക്രിസ്തു എന്ന മണവാളന് തുല്യനാണ്. ഈ ഉത്തമഗീത പുസ്തകത്തിന് 4 ഉള്ളടക്ക സ്വഭാവമുണ്ട്. ഒന്ന് കേൾക്കണം. ഒന്ന്, 2-3 കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നാടകമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. 2, വിവാഹ മംഗല്യകർമ്മങ്ങളിൽ ആലപിക്കുന്ന ഒരുപിടി പ്രേമഗാനങ്ങളുടെ സമാഹാരമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. 3, അധികം കാമ്പും കഴമ്പും ഇല്ലാത്ത ഒരുപറ്റം പ്രേമഗാനങ്ങളുടെ സമാഹാരമാണ് കേവലം ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. 4, കാർഷിക ദേവപൂജകളുടെ ആരാധനാക്രമമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ 4 ഉള്ളടക്ക സ്വഭാവം ഈ പുസ്തകത്തിനുണ്ട്. ഇനിയും ഈ പുസ്തകത്തിന് 4 വ്യാഖ്യാന വിധമുണ്ട്. ആ 4 വ്യാഖ്യാന വിധവും ഞാൻ ഓടിച്ചൊന്ന് പരിശോധിച്ചിട്ടുണ്ട്. 1, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ നിലനിർത്തി ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നു. 2, ദൈവവും ആത്മാവുമായുള്ള ബന്ധത്തെ നിലനിർത്തി ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നു. 3, മനുഷ്യപുത്രനും മനുഷ്യവർഗവുമായുള്ള ബന്ധത്തെ നിലനിർത്തി ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നു. 4, മണവാളനാകുന്ന ക്രിസ്തുവും മണവാട്ടിയാകുന്ന സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. 4 വ്യാഖ്യാന വിധങ്ങളിൽ എന്നെ ഏറെ ആകർഷിച്ചത് 4-മത്തെ വ്യാഖ്യാനമാണ്. മണവാളനാകുന്ന ക്രിസ്തുവും മണവാട്ടിയാകുന്ന സഭയും തമ്മിലുള്ള അഭേദ്യമായ ആത്മബന്ധം. പ്രിയരേ, ആ 4-മത്തെ വ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ടല്ല ഈ രാത്രി വായിച്ച വാക്യത്തെ ഞാൻ വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ വാക്യത്തിലൂടെ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത് 100% ഒരാത്മീക ദൂതാണ്. ഈ രാത്രി ഞാനിവിടെ വിളംബരം ചെയ്യുന്ന സന്ദേശത്തിൻ്റെ പ്രത്യേകത മൗനമായി കേട്ടിരുന്ന് ഏറ്റെടുക്കാനുള്ള ദൂതല്ല, മറിച്ച് ആരാധനയുടെ അകമ്പടിയോടെ ഏറ്റെടുക്കാനുള്ള ഒരാത്മീക ദൂതാണ് ഇന്ന് രാത്രി ഈ വാക്യത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശൂലേമിയുടെ സഹോദരങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ച് തരുവീൻ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ. തോട്ടങ്ങൾ പലതുണ്ട്. ഞങ്ങളുടെയൊക്കെ ഏറിയയിലേക്ക് വരികയാണെങ്കിൽ ചെറുതും വലുതുമാകുന്ന ഏക്കർ കണക്കിന് വിശാലമായി കിടക്കുന്ന റബ്ബറിൻ തോട്ടങ്ങളുണ്ട്. ഹൈറേഞ്ച് മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ കുരുമുളക് തോട്ടമുണ്ട്, തേയിലത്തോട്ടമുണ്ട്, ഏലത്തോട്ടമുണ്ട്, കാപ്പിത്തോട്ടമുണ്ട്, ഇങ്ങനെ കിടക്കുക. എന്നാൽ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ച് തരുവീൻ. അപ്പം ഇന്ന് രാത്രിയിൽ
എൻ്റെ സന്ദേശത്തിന് നിങ്ങളുടെ മൗനാനുവാദത്തോടൊരു തലക്കെട്ട് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 32ാമത് ചെറുവക്കൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൂതൻ്റെ തലക്കെട്ട് മറന്നു പോകരുത്. നമ്മുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. അപ്പം മുന്തിരിയെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ എനിക്ക് അധികമായി പറയാനുള്ളത്. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരാണല്ലോ നമ്മുടെ വിഷയം. മുന്തിരിയെക്കുറിച്ചാണ് അധികമായി ഇന്ന് രാത്രി പറയാനുള്ളത്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ ദീർഘദൂരം യാത്ര ചെയ്താൽ പോകുന്നത്. അതുകൊണ്ട് യാത്രാമധ്യേ ഒരു മാഗസിൻ എൻ്റെ കയ്യിൽ കിട്ടി, ഇന്ത്യ ടുഡേ. അതിനകത്ത് കോളേജിലെ പ്രൊഫസറായിരുന്നൊരു മനുഷ്യൻ മുന്തിരിയെക്കുറിച്ച് മനോഹരമായൊരു ലേഖനം എഴുതി. ഞാൻ ആർത്തിയോടെ ഒന്നും വിടാതെ മുഴുവൻ വായിച്ചു. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ലോകത്താകമാനം ഏതാണ്ട് 1600 പരം ഇനം മുന്തിരിയുണ്ട്. ഞാൻ ആകെ 5 ഇനത്തിൽപ്പെട്ട മുന്തിരിയെ കഴിച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെ വിചാരം ലോകത്താകമാനം 5 ഇനത്തിലുള്ള മുന്തിരിയുള്ളൂ. പക്ഷേ ലോകത്താകമാനം അയാൾ പറയുന്നത് 1600 പരം മുന്തിരിയുണ്ട്. നിങ്ങൾ എത്ര ഇനത്തിൽപ്പെട്ടത് കഴിച്ചിട്ടുണ്ട്? ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ ഇനത്തിൽപ്പെട്ടതും കഴിച്ചെന്നാ തോന്നുന്ന, പക്ഷേ ഇല്ല, അത്രയും നമ്മൾ കഴിച്ചിട്ടില്ല. ലോകത്താകമാനം 1600 പരമിനം മുന്തിരിയുണ്ട്. എന്നിട്ട് മുന്തിരിയുടെ ചില പ്രത്യേകതകൾ 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിൽ അദ്ദേഹം അക്കമിട്ടെഴുതി. അതെല്ലാം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങ് പതിഞ്ഞു. ഞാനതൊന്ന് പറയാം. മുന്തിരിയുടെ ചില പ്രത്യേകതകൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഇളക്കം തട്ടിച്ചു. മുന്തിരിക്ക് 1 ഡസണിലധികം പ്രത്യേകതയുണ്ട്. ഒന്ന് കേൾക്കണേ. 1, മുന്തിരി ദാഹം മാറ്റും. 2, മുന്തിരി ക്ഷീണം മാറ്റും. 3, മുന്തിരി പ്രസരിപ്പ് നൽകും. 4, മുന്തിരി ഉന്മേഷം നൽകും. 5, മുന്തിരി ഉത്സാഹം നൽകും. 6, മുന്തിരി തുടിപ്പ് നൽകും. 7, പൊടി കയറാതെ അഴുക്ക് കയറാതെ ഭദ്രമായി സൂക്ഷിച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും കേടുപറ്റാത്ത ഒന്നാണ് മുന്തിരി. 8, ഇരിക്കും തോറും വീര്യം കുറയുന്നതല്ല, വീര്യം വർദ്ധിക്കുന്നതാണ് മുന്തിരി. 9, വിദഗ്ധരായ ഭിഷഗ്വരന്മാരുടെ വൈദ്യന്മാരുടെ അഭിപ്രായം ഉണങ്ങാത്ത ഏത് മുറിവിനെയും പൊറുക്കാത്ത ഏത് വ്രണത്തെയും നാമമാത്രമായ നിമിഷങ്ങൾക്കകം ഭേദമാക്കാൻ മുന്തിരിയുടെ വിശേഷാലുള്ള വീഞ്ഞിന് പ്രത്യേക ശക്തിയുണ്ട്. 10, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗംഭീരമായ ഉപമകളിൽ ഒരു ഉപമയാണ് മുന്തിരിയെക്കുറിച്ചുള്ള ഉപമ. 11, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി സഹിച്ച ദുസ്സഹമായ പങ്കപ്പാടുകളെ സ്മരിക്കുന്ന പാവനമാകുന്ന തിരുമേശയിൽ അവിടുത്തെ രക്തത്തിന് പ്രതീകമായി നാം പ്രാർത്ഥിച്ചുപയോഗിക്കുന്നത് മുന്തിരിയുടെ വീഞ്ഞാണ്. ഇനി 12ാമത്തെ പ്രത്യേകത ഒന്ന് കേൾക്കണേ. 12ാമത്തെ പ്രത്യേകത പറഞ്ഞ് ഈ ദൂതിൻ്റെ ഗൗരവമായ ഭാഗത്തേക്ക് ഞാൻ തിരിയുമ്പോൾ ഇങ്ങനെ ഇരിക്കരുത്. എൻ്റെ കൂടെ സ്തോത്രത്തോടെ തിരിഞ്ഞോണം, അല്ലെങ്കിൽ 8:50 വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. മുന്തിരിയുടെ 12ാമത്തെ പ്രത്യേകത ഒന്ന് കേട്ട്. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ രാഷ്ട്രീയത്തിൽ അത്തിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ സാമ്പത്തികത്തിൽ ഒലിവിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ ആത്മീയത്തിൽ മുന്തിരിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ രാഷ്ട്രീയത്തിൽ അത്തിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അവരെ സാമ്പത്തികത്തിൽ ഒലിവിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പത്തികവരെ ഒലിവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ആത്മീയത്തിൽ അവരെ മുന്തിരിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിൻ്റെ ആത്മീയ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്
മുന്തിരിയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ചുടുചോരയാൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ ഇസ്രായേലാകുന്ന ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് മുന്തിരി. അപ്പൊ ഞങ്ങളുടെ മുന്തിരി തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ തകർക്കുന്ന അന്ധകാര ശക്തികൾ. കൈകൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ജയകരമായ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ, മാതൃകാപരമായ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ, അനുഗ്രഹപ്രദമായ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ, ആരോഗ്യപരമായ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ മുച്ചൂടും മുടിക്കുന്ന അന്ധകാര ശക്തികൾ. ഈ ചെറുവക്കൽ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ജയകരമായ നമ്മുടെ ആത്മീക ജീവിതത്തെ അടിവേരോടെ പറിച്ചു കളയാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി വെട്ടേറ്റ് പിടയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ജയകരമായ നിന്റെ ആത്മീക ജീവിതത്തെ മുടിച്ചു കളയാൻ, തകർത്ത് കളയാൻ, ഫലശൂന്യമാക്കി കളയാൻ പ്രത്യക്ഷമായി പോരാടുന്ന അപ്രത്യക്ഷമായി പോരാടുന്ന അന്ധകാരത്തിന്റെ വാദഗതികൾ തകർക്കപ്പെടുന്ന രാത്രിയാകണം. മാത്രമല്ല, ജയകരമായ ഒരാത്മീക ജീവിതത്തിന്റെ ഉടമസ്ഥരായി നാം തീരുന്ന രാത്രിയാകണം. ഇന്ന് രാത്രിയില് എൻ്റെ ഭൗതിക വിഷയത്തിലൊരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ, എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ, എൻ്റെ ശാരീരിക വിഷയത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ ഇന്ന് രാത്രി എൻ്റെ ആത്മീക ജീവിതത്തിൽ ഒരു വിടുതൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ചേർന്ന് അല്പനിമിഷം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തറപ്പിച്ചു പറയാം. ആത്മീകമായി നാം വിടുവിക്കപ്പെട്ടാൽ ആ വിടുതലിന്റെ പ്രതിഫലനം നമ്മുടെ സകല ഭൗതിക മേഖലകളിലും ആലയടിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നില്ലേ? ആത്മീകമായി നാം വിടുവിക്കപ്പെട്ടാൽ ആ വിടുതലിന്റെ പ്രതിഫലനം നമ്മുടെ സകല ഭൗതിക മേഖലകളിലും ആലയടിക്കുമെന്ന് അനുഭവമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഈ മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഒരാത്മീക വിടുതലിനായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. പലതിലും നാം കെട്ടപ്പെട്ട് കിടക്കുന്നത്, പലതിലും നാം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, പല മേഖലകളിലും നമുക്ക് ചെന്നെത്താൻ കഴിയാത്തത്, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ആത്മീകമായ ഒരു വിടുതൽ നാം പ്രാപിച്ചിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ വിടുതലിന്റെ പ്രതിഫലനം സകല മേഖലകളിലും ശക്തമായി വ്യാപരിക്കും. അപ്പം മറക്കരുത്, മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ, അർത്ഥം ജയകരമായ നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കുന്ന ദുഷ്ടശക്തികൾ. പ്രിയരെ, ഞാൻ തുടരട്ടെ. ഈ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ കയറി വന്ന പല ശക്തികൾ ബൈബിളിലുണ്ട്. മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രാക്കറ്റിൽ ചേർത്തോണേ, നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കുവാൻ. മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ കയറി വന്ന പല ശക്തികൾ ബൈബിളിലുണ്ട്. അതിലൊരു 2 ശക്തിയെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിനുള്ള സമയമേ നമുക്ക് മുൻപിൽ ഉള്ളൂ. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ ആദ്യമായി കയറി വന്ന ശക്തി, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യത്തിലൂടെ ഞാൻ പറയുമ്പോൾ വായിക്കണം. അതിന്റെ ശേഷം ഒരു മിനിറ്റ്. ആരുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാനാണ് കയറി വന്നത്? പ്രാർത്ഥിക്കുന്ന, ദൈവാശ്രയബോധമേറെയുള്ള, നിഷ്കളങ്കനായ നാബോത്ത് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തി കയറി വരികയാ. ആ കയറി വരുന്ന ശക്തി സാധാരണ ശക്തിയല്ല, മറിച്ച് ഒരു രാജ്യത്തെ വാഴുന്ന രാജാവ്, അവന്റെ ഭാര്യ. അതാരാന്നറിയാമോ?
നിഷ്കളങ്കനും പ്രാർത്ഥിക്കുന്നവനും ദൈവാശ്രയബോധമേറെയുള്ളവനുമായ നാബോത്ത് എന്ന സാധു മനുഷ്യന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ കയറി വന്ന രണ്ട് ഉഗ്രശക്തി ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് ആഹാബ് എന്ന രാജാവും, രണ്ട് അവന്റെ ഭാര്യയായ ഇസബേലും. നാബോത്ത് ദൈവഭക്തന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ ആഹാബും അവന്റെ ഭാര്യയും തൊടുത്തുവിട്ടത് തന്ത്രമല്ല, തൊടുത്തുവിട്ടത് ശക്തിയല്ല, തന്ത്രമാണ്. 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 കുടില തന്ത്രങ്ങളാണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ ആഹാബും തൻ്റെ ഭാര്യ ഇസബേലും തൊടുത്തുവിട്ടത്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാനേ ആഹാബും തൻ്റെ ഭാര്യ ഇസബേലും തൊടുത്തുവിട്ട തന്ത്രത്തെക്കാൾ എന്നെ ചിന്തിപ്പിച്ചത് ആ തന്ത്രത്തിൻ്റെ നടുവിൽ നാബോത്തിന്റെ പ്രതികരണമാണ്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ ആഹാബും തൻ്റെ ഭാര്യ ഇസബേലും തൊടുത്തുവിട്ടത് 4 കുടില തന്ത്രങ്ങളാണെങ്കിൽ, ഇന്ന് രാത്രി പ്രാപിച്ച ദൈവകൃപയ്ക്ക്, പ്രാപിച്ച ആത്മീക ജീവിതത്തിന് വില കൊടുക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തകർക്കുവാൻ നമ്മുടെ പ്രതിയോഗിയായവൻ തൊടുത്തുവിടുന്നത് തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളോട് എതിർത്ത് നിൽക്കുമെന്നല്ല, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ 2 ഉഗ്രശക്തികൾ കയറി വരികയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 21-ാം അധ്യായം 1 മുതൽ താപ്പോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതിന്റെ ശേഷം സംഭവിച്ചത്, ഇസ്രയേല്യനായ നാബോത്തിന് ഇസ്രയേലിൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒന്ന് നിർത്തണേ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്, ഭയപ്പെട്ടു പോയൊരു വാക്യമാണ്. അതിനുശേഷം സംഭവിച്ചത് എന്തെന്നാൽ, ഇസ്രായേലിയനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് എന്തുണ്ട്? ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. സമീപത്ത് എന്ന പദം നിങ്ങളൊന്ന് അടിവരയിട്ടേക്കണേ. എനിക്ക് ആ പദത്തെ ഒന്ന് വിശകലനം ചെയ്യാനുണ്ട്. പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിഷ്കളങ്കനായ നാബോത്തിന് എവിടെയാണ് മുന്തിരിത്തോപ്പുള്ളത്? ആഹാബിന്റെ അരമനയുടെ സമീപത്ത്. ഒന്ന് പറഞ്ഞേ, എവിടെയാണ് നാബോത്തിന്റെ മുന്തിരിത്തോപ്പ്? ആഹാബിന്റെ അരമനയുടെ സമീപത്ത്. സമീപത്ത് എന്ന വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആഹാബിന്റെ അരമനയുടെ സമീപത്ത്. ആഹാബിന്റെ അരമനയിൽ നിന്നും 500 കിലോമീറ്റർ മാറിയല്ല. ആഹാബിന്റെ അരമനയിൽ നിന്നും 50 or 5 മൈൽ മാറിയല്ല. നാബോത്തിന്റെ മുന്തിരിത്തോപ്പ് എവിടെയാണ്? ആഹാബിന്റെ അരമനയ്ക്ക് സമീപത്ത്. അങ്ങനെയെങ്കിൽ നാബോത്തേ, നിന്നോട് എനിക്കിന്ന് രാത്രി ഒരു ദൂത് പറയാനുണ്ട്. ആഹാബിന്റെ അരമനയ്ക്ക് സമീപത്താണ് നാബോത്തേ നിന്റെ മുന്തിരിത്തോപ്പെങ്കിൽ, നിന്നോട് ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്റെ മുന്തിരിത്തോപ്പിനെ തകർക്കാൻ ലക്ഷ്യം വെച്ചവൻ ഇന്ന് രാത്രി അകലെയല്ല, അവൻ ഇന്ന് രാത്രി അടുത്തുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ജയകരമായ നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കാൻ പദ്ധതിയിട്ട അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി അകലെയല്ല, ഇന്ന് രാത്രി അവൻ അടുത്തുണ്ട്. നിന്റെ വെളിപ്പാടിനെ നോട്ടമിട്ട ശക്തികള്, നിന്റെ ദർശനത്തെ നോട്ടമിട്ട ശക്തികള്, നിന്റെ അഭിഷേകത്തെ നോട്ടമിട്ട ശക്തിയെ, നിന്റെ ശുശ്രൂഷയെ നോട്ടമിട്ട ശക്തിയെ ഇന്ന് രാത്രി അകലെയല്ല, അവൻ ഇന്ന് രാത്രി അടുത്തുണ്ട്. ആഹാബിന്റെ അരമനയ്ക്ക് സമീപത്ത് നാബോത്തേ നിന്റെ മുന്തിരിത്തോപ്പെങ്കിൽ നീ ശ്രദ്ധിച്ചോണം, നീ ജാഗ്രതയോടെ ഇരുന്നോണം. നിന്റെ മുന്തിരിത്തോട്ടത്തെ ലക്ഷ്യം വെച്ചവൻ ഇന്ന് രാത്രി ദൂരെയല്ല, അവൻ ഇന്ന് രാത്രി അടുത്തുണ്ട്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്നവൻ അടുത്താണെങ്കിൽ, ഉത്തമഗീതത്തിലേക്ക് വരുമ്പോൾ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്നവൻ അടുത്തല്ല, അകത്താണ്. അകത്താ. കാരണം ഈ ചെറുകുറുക്കന്മാർ പതിയിരിക്കുന്നത്
തോട്ടത്തിന് വെളിയിലല്ല, തോട്ടത്തിനകത്താ. തെറ്റിദ്ധരിക്കരുത്. ഈ ചെറുകുറുക്കന്മാരെന്ന് പറഞ്ഞാൽ കൂർത്ത 2 ചെവിയും നീണ്ട മുഞ്ഞിയും 2 കാലും 2 കൈയും പുൽച്ചൂല് പോലത്തെ വാലുമൊക്കെ വെച്ച് രാത്രി നമ്മെ ഓരിയിട്ട് പേടിപ്പിക്കുന്ന ആ ജീവിയുടെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ ചെറുകുറുക്കനെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഞാൻ വായിച്ചത് ഇത്രയും നീളമുള്ള ചെറിയൊരു പ്രാണിയാ. ഒരു ചെറിയ വെട്ടുക്കിളിയെ പോലെ ഒരു പ്രാണിയാ. ഇത് പതിയിരിക്കുന്നത് മുന്തിരിയുടെ പടപ്പൻ ഇലകൾക്ക് അടിയിലാണ്. ആരും അറിയാതെ ഇത് പതിയിരിക്കും. ഇതാണ് ഈ വള്ളി മുറിക്കുന്നത്. ഇത് മുന്തിരിയുടെ പൂത്ത വള്ളി മുറിക്കുന്നത്. ആ വള്ളിക്കകത്തൊരു മധുരവും പുളിപ്പുമുണ്ട്. അത് നുകരാനാണ്. ചെറുകുറുക്കന്മാർ മുന്തിരിയുടെ വള്ളി മുറിക്കുന്നത് പകലല്ല, നട്ടുച്ചയ്ക്കല്ല, പാതിരാത്രിയില. എന്താ പകൽ ഈ ചെറുകുറുക്കൻ വള്ളി മുറിക്കാത്തത്? പകൽ തോട്ടത്തിൽ അനക്കമുണ്ട്, പകൽ തോട്ടത്തിൽ വേലക്കാരുണ്ട്, പകൽ തോട്ടത്തിൽ ഉടമസ്ഥനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രാത്രിയാകുമ്പോൾ തോട്ടത്തിൽ വെട്ടം നിൽക്കും. രാത്രിയാകുമ്പോൾ തോട്ടത്തിൽ ഇരുട്ട് വ്യാപരിക്കും. രാത്രിയാകുമ്പോൾ തോട്ടത്തിൽ വേലക്കാർ ഉടമസ്ഥർ വീട്ടിലേക്ക് മടങ്ങും. രാത്രിയാകുമ്പോൾ തോട്ടം നിശ്ചലമാകും. ആ നിശബ്ദതയിലാണ് ഇവൻ പുറത്തിറങ്ങി പൂത്ത വള്ളികൾ മുറിക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് പ്രയോജനമുള്ളൊരു മുന്തിരിത്തോപ്പാണ്. ആ മുന്തിരിത്തോപ്പിനകത്ത് ആരാധന കുറയരുത്, പ്രാർത്ഥന കുറയരുത്, ഉപവാസം കുറയരുത്, വചനധ്യാനം കുറയരുത്. അതെപ്പോൾ കുറയുമോ ആ നിമിഷം ചെറുകുറുക്കൻ പുറത്തു വരും. ഈ ചെറുകുറുക്കൻ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആരാണെന്നറിയാമോ? ജഡത്തിൻ്റെ പ്രവർത്തികളാണ്. ആരാധന എപ്പോൾ കുറയുമോ? ആത്മാവുമായിട്ടുള്ള കണക്ഷൻ എപ്പോൾ കുറയുമോ? ഉപവാസം എപ്പോൾ കുറയുമോ? ആ നിമിഷം ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന ചെറുകുറുക്കൻ പുറത്തിറങ്ങിയിട്ട് ദൈവകൃപയാകുന്ന മുന്തിരിത്തോപ്പിനെ ഇല്ലാതാക്കും. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. അപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്നവൻ അടുത്താണെങ്കിൽ, ഉത്തമഗീതത്തിലേക്ക് വരുമ്പോൾ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്നവൻ അടുത്തല്ല, അകത്താണ്. 32ാമത് ചെറുവൽക്കൽ കൺവെൻഷന്റെ പ്രഥമ രാത്രിയില് ജയകരമായ ആത്മീക ജീവിതത്തെ തകർത്ത് കളയാൻ അടുത്ത് നിന്ന് വ്യാപരിക്കുന്ന പോരാട്ടവും അകത്ത് നിന്ന് വ്യാപരിക്കുന്ന പോരാട്ടവും അഴിയുന്ന രാത്രിയാകണമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നേൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്താൽ അല്പനിമിഷം ജയകരമായ നമ്മുടെ ആത്മീക ജീവിതത്തെ മുച്ചൂടും മുടിച്ചു കളയുവാൻ അടുത്ത് നിന്ന് വ്യാപരിക്കുന്നതും അഴിയണം, അകത്ത് നിന്ന് വ്യാപരിക്കുന്നതും ഇന്ന് രാത്രി അഴിഞ്ഞു മാറണം. ജയകരമായ ഒരാത്മീക ജീവിതത്തിന്റെ ഉടമസ്ഥരാക്കി ഈ രാത്രി ദൈവം നമ്മെ മടക്കി അയക്കണം. ഇസ്രായേലിയനായ നാബോത്തിന് ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് എന്തുണ്ട്? ഒരു മുന്തിരിത്തോട്ടം. ഒരിക്കൽ ആഹാബ് രാജാവ് നാബോത്തിന്റെ അരിക്ക് വന്ന് ചോദിക്കുക, നിന്റെ മുന്തിരിത്തോട്ടം, ഇത് കേട്ടോണം, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ, എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരണം. അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ. കാരണം അതെന്റെ അരമനയുടെ സമീപമല്ലോ. അപ്പൊ എല്ലാ ദിവസവും ഈ ആഹാബ് രാവിലെ ഉണരുമ്പോൾ കാണുന്നത് അകലെയുള്ള പുഴകളോ പാടങ്ങളോ പർവ്വതങ്ങളോ അല്ല, ഭക്തനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടമാ. കായ്ക്കാത്ത മച്ചു മുന്തിരിത്തോട്ടമല്ല, ഫലശൂന്യമായ മുന്തിരിത്തോട്ടമല്ല. അടുത്ത ഏത് നിമിഷവും വിളവെടുപ്പിന് ഭാഗമായി പല സമർത്ഥമായി നിൽക്കുന്ന നാബോത്തിന്റെ മുന്തിരിത്തോപ്പ്. ഓരോ ദിവസവും നീചനായ ആഹാബ് കാണുന്നത് ഈ പന്തലിനെ കേൾക്കുന്ന ദൈവപൈതലേ, ജയകരമായ നമ്മുടെ ആത്മീക ജീവിതത്തെ, അനുഗ്രഹപൂർണമായ നമ്മുടെ ആത്മീക ജീവിതത്തെ ഓരോ ദിവസവും വീക്ഷിക്കുന്ന അന്ധകാരത്തിന്റെ കണ്ണുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ജയകരമായ നമ്മുടെ ആത്മീക ജീവിതത്തെ വീക്ഷിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾക്ക് ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ, നമ്മുടെ ആത്മീക ജീവിതത്തെ ഇല്ലാതാക്കുക. നാബോത്തിന്റെ ഫലപ്രദമായ മുന്തിരിത്തോട്ടം കണ്ട് അകത്ത് അസൂയയുടെ കടി വല്ലാതെ ഇളകിയ ആഹാബ്
നാബോത്തിനോട് പറയുക, നിന്റെ മുന്തിരിത്തോപ്പ് എനിക്ക് ചീരത്തോപ്പാക്കാൻ തരണം. അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ, വെറുതെ തരണ്ടാടൂ. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോട്ടം. നിന്റെ മുന്തിരിത്തോപ്പ് നീ എനിക്ക് വെറുതെ തരണ്ട. ഞാനൊരു രാജാവ്, നീ ഒരു മനുഷ്യൻ, ഒരു പ്രജ. എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നും നീ മുന്തിരിത്തോപ്പ് തരണ്ട. ദേ, നാബോത്തിന്റെ മുന്തിരിത്തോപ്പിനെ പിടിച്ചെടുക്കാൻ ആഹാബ് വമ്പൻ 2 ഓഫർ അങ്ങോട്ട് വെച്ചു. അതാണ് ഒന്നാമത്തെ തന്ത്രം. ആരും കമണടിച്ചു വീഴുന്ന, ആരും മൂക്കുകുത്തി വീഴുന്ന, ആരും ആകർഷിക്കപ്പെട്ടു പോകുന്ന വമ്പൻ 2 ഓഫർ അങ്ങോട്ട് വെച്ചത്. ഈ ഓഫറുകളുടെ ഒരു പെരുമഴക്കാലം കഴിഞ്ഞു, ഓണം ഇല്ലേ, ഇനി ക്രിസ്മസ്, അടുത്ത ഓഫർ വരിക. ഈ ഓഫറെല്ലാം എവിടാ തുടങ്ങിയെന്നറിയാമോ? അവിടെ തന്നെ തുടങ്ങി. അവിടെ അതിൻ്റെ എല്ലാം തുടക്കമെന്നാണ് എൻ്റെ ചിന്ത. മനോഹരമായൊരു തോട്ടം ദൈവം സൃഷ്ടിച്ചാക്കിയിട്ട് അവിടെ ആക്കി വെച്ച 2 എണ്ണത്തോട് പറഞ്ഞു, എല്ലാം തിന്നാം, ഇതിൻ്റെ നടുക്കൊരു വൃക്ഷമുണ്ട്, അത് നിങ്ങൾ, അതിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? നീ മരിക്കും. പിശാചത് കണ്ട് ഇഴഞ്ഞവരുടെ അരികെ വന്നിട്ട് പറഞ്ഞു, തിന്നുക. ആര് പറഞ്ഞു തിന്നാൻ മരിക്കുമെന്നാ ദൈവം പറഞ്ഞത്? ചുമ്മാതാ. തിന്നുക, കണ്ണ് തുറക്കുക, ദൈവത്തെ പോലുക. കണ്ടോ ഓഫർ തുടക്കം? കണ്ടോ? എല്ലാ ഓഫറിൻ്റെയും കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. മനുഷ്യനെല്ലാം ഓഫറിൽ വീഴുകയാണ്. ആരും വീണുപോകുന്ന വമ്പൻ 2 ഓഫറാണ് നാബോത്തിന്റെ മുമ്പിൽ ആഹാബ് വെച്ചത്. നിന്റെ മുന്തിരിത്തോപ്പ് എനിക്ക് തരിക, ഒന്നെങ്കിൽ അതിന് പകരം അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോപ്പ് ഞാൻ നിനക്ക് തരാം. അല്ല നിനക്ക് സമ്മതമാണെങ്കിൽ അതിന്റെ വില ഞാൻ നിനക്ക് പണമായി തരാം. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താ ഓഫറാ? ഈ 2 ഓഫർ അങ്ങോട്ട് ചേർത്ത് വെച്ച് പരിശോധിച്ചപ്പോൾ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ തകർക്കാൻ ആഹാബ് മെനഞ്ഞ ഒന്നാമത്തെ തന്ത്രത്തിന്റെ പേരെനിക്ക് മനസ്സിലായി. ആ പേര് ഞാനൊന്ന് പറയാം, പ്രലോഭനം. ഉറക്കിയൊന്ന് പറഞ്ഞാട്ടെ, ചെറുടെ ഉറക്കിയൊന്ന് പറഞ്ഞാട്ടെ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ നീചനാകുന്ന ആഹാബ് മെനഞ്ഞ പ്രഥമ തന്ത്രത്തിന്റെ പേര് പ്രലോഭനം എന്നാണെങ്കിൽ, ഇന്ന് രാത്രി പ്രാപിച്ച ആത്മീക ജീവിതത്തിന് വില കൊടുക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കാൻ ശത്രുവായവൻ മെനയുന്ന പ്രഥമ തന്ത്രത്തിന്റെ പേര് പ്രലോഭനമെന്ന. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, പ്രലോഭനങ്ങളെ ജയിക്കാൻ ദൈവകൃപ പ്രാപിക്കാത്തിടത്തോളം കാലം ജയകരമായ ഒരാത്മീക ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രലോഭനങ്ങളെ ജയിക്കാൻ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ വെള്ളവിരിപ്പിന്റെ കീഴിലുണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുകയാ. പ്രലോഭനങ്ങളെ ജയിക്കണം. പ്രലോഭനങ്ങളെ ജയിക്കാതെ ജയകരമായ ഒരാത്മീക ജീവിതം നമുക്ക് നയിക്കാൻ പറ്റത്തില്ല. പ്രലോഭനങ്ങളെ എങ്ങനെ ജയിക്കാം സഹൃദയരെ? പ്രലോഭനങ്ങളെ ജയിക്കാൻ എന്താ വഴി? നമ്മുടെ മസിൽ പവർ കൊണ്ട് പ്രലോഭനത്തെ ജയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സമ്പത്ത് കൊണ്ട് പ്രലോഭനത്തെ ജയിക്കാൻ പറ്റത്തില്ല. നാം നേടിയ ബിരുദങ്ങളുടെ കൂമ്പാരം കൊണ്ട് പ്രലോഭനത്തെ ജയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പ്രലോഭനത്തെ ജയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശത്രു കൊണ്ടുവരുന്ന പ്രലോഭനത്തെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്താണെന്നറിയാമോ? ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിസ്തുല്യ വചനം കരങ്ങൾ അടിച്ച് ആത്മാവിലൊന്ന് ബലപ്പെട്ടാട്ടെ. പോരാശക്തിയോടെ ജയകരമായ നിന്റെ ആത്മീക ജീവിതത്തെ മുച്ചൂടും മുടിച്ചു കളയുവാൻ നിന്റെ പ്രതിയോഗിയായവൻ കൊണ്ടുവരുന്ന സകല പ്രലോഭനങ്ങളെയും ജയിക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് മാറിയാലും ഏത് മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിസ്തുല്യ വചനം. വചനത്താൽ മാത്രമേ പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞത്, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള
ക്രിസ്തുയേശുവിനെയും അവൻ്റെ രാജ്യത്തെയും ആ അപ്രത്യക്ഷതയും ചൊല്ലി സത്യം ചെയ്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്, നീ വചനം പ്രസംഗിക്കുക. അതിനായി സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. പിന്നെ മരിക്കുന്നതിന് മുമ്പ് വീണ്ടും പറയുക, എൻ്റെ മകനെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കൊള്ളാവുന്നവനായി ശ്രമിക്കുക. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്, നിന്റെ വചനമാണ് എൻ്റെ കൽപ്പന. നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, നിന്റെ വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ജയകരമായ നമ്മുടെ ആത്മീക ജീവിതത്തെ മുച്ചൂട് മുടിക്കുവാൻ, ശത്രു തൊടുത്തുവിടുന്ന പ്രലോഭനങ്ങളെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. അതിന് മാതൃക കാട്ടിത്തന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലെ പ്രലോഭനങ്ങളുമായി പിശാച് അവൻ്റെ അരിക്ക് വന്നു അല്ലേ, പരീക്ഷയുമായി. 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്കനന്തരം ദുഷ്ടപിശാച് അവൻ്റെ അരിക്ക് വന്നിട്ട് പറയുക, നീ ദൈവപുത്രനല്ലേ? മുമ്പിലൊരു കല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് കിടക്കുക, പറയുക, ഈ കല്ല് ആരോടാ പിശാചേ നീ പറയുന്നത്? കേവലം ഒരു മനുഷ്യനോടാണോ? സകല സൃഷ്ടിക്കും ആഹാരം കൊടുക്കുന്ന, ഭക്തന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ കരയുന്ന കാക്ക കുഞ്ഞിനും അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്ന, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ സാക്ഷാൽ ജീവന്റെ അപ്പമായവനോട് പറയുക, ഈ കല്ലപ്പമാക്കാൻ. അവൻ അതിനെ ജയിച്ചത് വചനത്താലാണ്. ആമേൻ. ജയകരമായ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ, ശത്രു തൊടുത്തുവിടുന്ന പ്രലോഭനത്തെ ജയിക്കാൻ ഒറ്റ വഴിയുള്ള പ്രിയരേ, ആ വഴി എന്തു മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിസ്തുല്യ വചനമാണ്. ആ പ്രലോഭനത്തിൻ്റെ രീതി കണ്ടോ? ഒന്നുകിൽ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം, അല്ലെങ്കിൽ അതിൻ്റെ വില ഞാൻ നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. നിന്റെ മുന്തിരിത്തോപ്പിങ്ങത്താ നാബോത്തെ, അത് തന്നാൽ ഞാൻ നിനക്ക് അങ്ങോട്ട് തരാൻ പോകുന്നത് നിന്റെ മുന്തിരിത്തോപ്പിനേക്കാൾ വിശേഷമായ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും വിശേഷമായത്. ഇടാം, നിന്റെ മുന്തിരിത്തോപ്പിലെ വിളവെടുപ്പിന് നിനക്ക് കിട്ടുന്നത് 10,000 കിലോ മുന്തിരിയാണെങ്കിൽ ഒറ്റ വിളവെടുപ്പിന് 50,000 കിലോ മുന്തിരി കിട്ടുന്ന തോട്ടം എൻ്റെ പക്കലുണ്ട്, ഞാൻ നിനക്ക് തരാം. ചെറുപ്പക്കാരെ, 10,000 ആണോ 50,000 ആണോ വലുത്? ബുദ്ധിയിൽ പറഞ്ഞാൽ 50,000. എന്നാൽ മുന്തിരിത്തോപ്പിന്റെ മഹത്വം അറിയാവുന്നവനെ 50,000 അല്ല വലുത്, 10,000 തന്നെയാ വലുത്. ദുഷ്ടപിശാചേ, ഞങ്ങളുടെ ജയകരമായ ആത്മീക ജീവിതത്തെ തകർക്കുവാൻ നീ കൊണ്ടുവരുന്ന സകല സമർത്ഥിയേക്കാളും ഞങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കമാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രതിസന്ധികളാണ് വലുതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ കൈകൾ അടിച്ച് ആത്മാവിലൊന്ന് ബലപ്പെട്ടേ. പോരാ, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഏറ്റവും പിൻപിലായിരിക്കുന്നവര്, ഏറ്റവും മുമ്പിലായിരിക്കുന്നവര്, കുഞ്ഞുങ്ങള്, അഭിഷക്തന്മാർ, യൗവനക്കാര്, കരങ്ങളടിച്ച് അല്പനിമിഷം ആത്മാവിലൊന്ന് ബലപ്പെട്ടേ. നഷ്ടപ്പെട്ട നിന്റെ കൃപയെ മടക്കി തരുന്ന രാത്രിയായത്. ബന്ധിക്കപ്പെട്ട നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മടക്കി തരുന്ന രാത്രിയായത്. നഷ്ടപ്പെട്ട നിന്റെ ദർശനത്തെ മടക്കി തരുന്ന രാത്രിയായത്. കേട്ടപ്പെട്ട നിന്റെ വെളിപ്പാടിനെ തിരികെ തരുന്ന രാത്രിയായത്. ആമേൻ. മങ്ങിപ്പോയ നിന്റെ തേജസ്സിന്റെ ശുശ്രൂഷയെ ഇരട്ടി മൂർച്ചയോടെ മടക്കി തരുന്ന രാത്രിയായത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏൽപ്പിച്ചു കൊടുത്ത് അല്പനിമിഷം ആത്മാവിലൊന്ന് ബലപ്പെടേ. കൃപ 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 കൃപ. ദുഷ്ടപിശാചേ,
ഞങ്ങളുടെ ദൈവകൃപയെ തകർക്കാൻ, ദൈവം ഞങ്ങളുടെ മേൽ ഏൽപ്പിച്ച തേജസ്സിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ, ജയകരമായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കുട്ടിച്ചോറാക്കാൻ നീ കൊണ്ടുവരുന്ന സകല സമൃദ്ധിയേക്കാൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ പരിശോധനയാണ്, ഞെരുക്കമാണ് വലുതെന്ന് തിരിച്ചറിയുന്നവര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ പറ, ആയുസിന്റെ അന്ത്യനിമിഷം വരെ പ്രാപിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസ്തയോടെ നിൽക്കും. അല്ല, നിനക്ക് സമ്മതമാണെങ്കിൽ അതിൻ്റെ വില ഞാൻ നിനക്ക് കാശായിട്ട് തരാം. ഇപ്പൊ വിറ്റ 10 ലക്ഷമാണോ? എനിക്കിതാ 1 കോടി ഞാൻ നിനക്ക് തരാം. 10 ലക്ഷമാണോ? 1 കോടിയാണോ വലുത്? 10 ലക്ഷത്തേക്കാൾ 9 മടങ്ങ് വലുതാ 1 കോടി. ഇന്ന് രാത്രിയില് മുന്തിരിത്തോപ്പിന്റെ മഹത്വം അറിയാവുന്നവന് 1 കോടിയല്ല വലുത്, 10 ലക്ഷം തന്നെയാണ് വലുത്. ആമേൻ. അതിന് നാബോത്ത് പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? നാബോത്ത് ആഹാബിനോട്, ഒന്ന് നിർത്തണേ ഭാഷ. നാബോത്ത് പറഞ്ഞ മറുപടി നമുക്ക് അവസാനം വായിക്കാം, എന്നിട്ട് നമുക്ക് ആരാധിക്കാം. എന്നാലേ അതിന് പഞ്ച് വരത്തുള്ളൂ. അത് ഞാൻ അവസാനത്തേക്ക് വെച്ചിരിക്കുക, എപ്പോൾ വായിക്കില്ല, എപ്പോൾ പൊട്ടിക്കില്ലത്. അതിന് നാബോത്ത് പറഞ്ഞ മറുപടി അടുത്ത വാക്യത്തിലുണ്ടേ. പക്ഷേ ഞാനങ്ങ് പറയുക, നാബോത്ത് പറയും, നീ വേറെ പണി നോക്ക്, നീ ആ അഡ്രസ്സ് മാറിയാ നീ കളിക്കുന്നത്, നിനക്ക് ആള് മാറിപ്പോയി. ആഹാബേ, ഏതൊക്കെ മുന്തിരിത്തോപ്പ് എനിക്ക് പകരം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ മുന്തിരിത്തോപ്പിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ വേറൊരു മുന്തിരിത്തോപ്പില്ലടോ. ഇന്ന് രാത്രി നാം കഴിക്കുന്ന ആത്മീക ജീവിതത്തിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നവർ മാത്രം കൈകൾ അടിച്ച് ആത്മാവിലൊന്ന് ബലപ്പെട്. പോരാ, ശക്തിയോടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം കണ്ടവര്, ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം കണ്ടവര്, ക്രിസ്തീയ ജീവിതത്തിന്റെ സമാധാനം കണ്ടവര്, ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷവും ആശ്വാസവും പ്രത്യാശയും കണ്ടവര് ഇന്ന് രാത്രി പറയും, ഏതൊക്കെ മുന്തിരിത്തോപ്പ് നീ എനിക്ക് പകരം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ മുന്തിരിത്തോപ്പിന് പകരം വെക്കാൻ ഈ പ്രപഞ്ച ചരിത്രത്തിൽ വേറൊരു മുന്തിരിത്തോപ്പില്ല. എൻ്റെ മുന്തിരിത്തോപ്പിന് വലിപ്പക്കുറവായിരിക്കാം, എൻ്റെ മുന്തിരിത്തോപ്പിലെ ചെടിക്ക് ആരോഗ്യക്കുറവായിരിക്കാം, എൻ്റെ മുന്തിരിത്തോപ്പിലെ ചെടിക്ക് എണ്ണക്കുറവായിരിക്കാം, എൻ്റെ മുന്തിരിത്തോപ്പിൽ കായ്ക്കുന്ന മുന്തിരിങ്ങയ്ക്ക് നിറക്കുറവായിരിക്കാം, ഷെയ്പ്പ് കുറവായിരിക്കാം, വലിപ്പക്കുറവായിരിക്കാം. എന്ത് പരിമിതികളുമുണ്ടെങ്കിലും, എന്ത് പരാധീനതകളുണ്ടെങ്കിലും, എന്ത് അതിരുകളുണ്ടെങ്കിലും, എന്ത് ഞെരുക്കങ്ങളുണ്ടെങ്കിലും എൻ്റെ മുന്തിരിത്തോപ്പിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ മറ്റൊരു മുന്തിരിത്തോപ്പില്ല. അഹാബേ, നീ രാജാവൊക്കെയാ, കാര്യം ശരിയാ. എൻ്റെ മുന്തിരിത്തോപ്പിന് വിലയിടാൻ നീ വളർന്നിട്ടില്ല, നിന്റെ ഭാര്യ ഇസബേല് വളർന്നിട്ടില്ല, നിന്റെ കൊട്ടാരത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ വളർന്നിട്ടില്ല. ആഹാബേ, പ്രപഞ്ചം മുഴുവൻ വിറ്റ് എൻ്റെ കാൽച്ചുവട്ടിൽ പണമായി കുടഞ്ഞിട്ടാലും എൻ്റെ മുന്തിരിത്തോപ്പിൻ്റെ വില വരത്തില്ല. ലോകം മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് കുടഞ്ഞിട്ടാലും ഞാൻ പ്രാപിച്ച ദൈവകൃപയോളം, ഞാൻ അനുഭവിക്കുന്ന ആത്മീക ജീവിതത്തോളം അത് വലുതല്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഉണ്ടോ? നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയോളം, നാം കഴിക്കുന്ന ആത്മീക ജീവിതത്തോളം ശ്രേഷ്ഠമായത് എന്തെങ്കിലും ഉണ്ടോ പ്രിയരെ ഈ ലോകത്തില്? ഈ 32ാമത്തെ കൺവെൻഷന്റെ പ്രഥമ രാത്രിയില് ഇവിടെ ഇരുന്നു കൊണ്ട് ശാന്തമായി നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുടിച്ചെടുത്ത കനിഗർഭത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാമെങ്കിൽ പൊട്ടിക്കരയാനല്ലാതെ ഇന്ന് രാത്രി ഒന്നിനും കഴിയുകയില്ല. ഒരു കണ്ണിനും ദയ തോന്നാഞ്ഞ ഒരു പൂർവ്വകാലം നിനക്കുണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. പ്രാപിച്ച ദൈവകൃപയുടെ പേരിൽ, അറിഞ്ഞ സത്യത്തിന്റെ പേരിൽ എല്ലാവരും തള്ളിക്കളഞ്ഞൊരു പൂർവ്വകാലം നിനക്കുണ്ടായിരുന്നു. ഒരിക്കലും നീ ഗതി പിടിക്കയില്ല എന്ന് നിന്നെ നോക്കി തലയിൽ കൈവച്ച് പ്രാഗി പറഞ്ഞൊരു പൂർവ്വകാലം നിനക്കുണ്ടായിരുന്നു. കാക്കാശിന് വകയില്ലാത്ത ഒരു ഇന്നലകൾ നിനക്കുണ്ടായിരുന്നു. മാറി ഉടുക്കാൻ ഒരു വസ്ത്രമില്ലാത്ത ഇന്നലകൾ നിനക്കുണ്ടായിരുന്നു. കടിക്കാൻ ഒരു പിടി ചോറില്ലാഞ്ഞ ഇന്നലകൾ നിനക്കുണ്ടായിരുന്നു.
ആ സകല പരാധീനതകൾക്കും അന്തം വരുത്തി ഇന്ന് ഞാനും നീയും അനുഭവിക്കുന്ന സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും നമ്മെ കൊണ്ടുവന്നത് നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയാണെങ്കിൽ, ഈ ആത്മീക ജീവിതത്തിന്റെ ശ്രേഷ്ഠതയാണെങ്കിൽ എവിടെയും വിളിച്ചു പറഞ്ഞോണം. അതിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നും. എനിക്കത് എവിടെയും പറയാൻ കഴിയും. ഒരു കുപ്പത്തൊട്ടിയിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ആദ്യം ഇവിടെ പ്രസംഗിച്ചപ്പോൾ, ഈ ചെറുവക്കൽ കൺവെൻഷൻ ആദ്യമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ വിതുമ്പി തകർന്നാണ് എൻ്റെ അനുഭവം പറഞ്ഞത്. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കുപ്പത്തൊട്ടിയിലാണ് ഞാൻ ജനിച്ചത്. വഴി സൈഡിൽ 4 കമ്പ് നാട്ടി സാരി കീറ് കെട്ടി ഓലമെടഞ്ഞ് നിരത്തി അതിൻ്റെ പുറത്താണ് എൻ്റെ അമ്മ എനിക്ക് ജന്മം തരുന്നത്. പ്രസവിച്ച് 30-ാം ദിവസം ഒരു പഴം തുണിക്കകത്ത് തന്നെ പൊതിഞ്ഞ് 6 വയസ്സുള്ള എൻ്റെ പെങ്ങളുടെ കയ്യിൽ കൊടുത്ത് പാറമടയിൽ കള്ളു ചുമ്മാൻ പോയ വ്യക്തിയാണ് എൻ്റെ അമ്മ. ആ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും, ആ തകർച്ചയുടെ പടുകുഴിയിൽ നിന്നും, ആ കഷ്ടതയുടെ തീച്ചൂളയിൽ നിന്നും, ആ അനാഥത്വത്തിൻ്റെ തീച്ചൂളയിൽ നിന്നും ഇവിടെ വരെ എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് എൻ്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയാണെങ്കിൽ, ഞാൻ മുറുകെ പിടിച്ച് ആത്മീയ ജീവിതമാണെങ്കിൽ, പിശാച് എന്തൊക്കെ കാട്ടിയാലും എനിക്ക് ഉറക്കെ പറയാൻ കഴിയും. ആ ദൈവകൃപയോളം വലിപ്പം മറ്റൊന്നുമില്ല. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ ആഹാബ് മെനഞ്ഞ പ്രഥമ തന്ത്രം പ്രലോഭനം. അടുത്ത തന്ത്രം ഒന്ന് കേൾക്കണേ. ഒന്നാമത്തെ തന്ത്രം പ്രലോഭനമാണെങ്കിൽ, പ്രലോഭനത്തെ ജയിക്കാനുള്ള വഴി ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമത്തെ തന്ത്രം എന്താ, ഞാൻ പറഞ്ഞങ്ങ് വിടാം. നാബോത്തിനോട് മുന്തിരിത്തോട്ടം ചോദിച്ചപ്പോൾ നാബോത്ത് പറഞ്ഞു തരികയില്ല. എന്തൊക്കെ പകരം തരാമെന്ന് പറഞ്ഞാലും, ഏതൊക്കെ തരാമെന്ന് പറഞ്ഞാലും മുന്തിരിത്തോപ്പ് തരികയില്ല. ആ വാക്ക് നിമിത്തം മുഷിഞ്ഞ ആഹാബ് കട്ടിലിൽ ചെന്ന് മുഖം അമർത്തി കിടക്കുക. പിള്ളാര് പിണങ്ങി കിടക്കുന്ന പോലെ ഒരു കഴകത്തില്ലാത്ത രാജാവ് വന്നോന്ന് അയാൾ. പിള്ളാര് പിണങ്ങി കിടക്കുന്ന പോലെ കട്ടിലിൽ മുഖം താഴ്ത്തി കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസബേൽ ആ വഴി വന്നു. എൻ്റെ പത്നി ഇസബേൽ കണ്ടോ? അവള് വന്നപ്പോൾ ആഹാബ് കട്ടിലിൽ മുഖം താഴ്ത്തി കിടക്കുന്നു. അവള് ചോദിച്ചു, യോ എന്താ ഇങ്ങനെ കിടക്കുന്നേ? തട്ടി വിളിച്ചപ്പോൾ തലപൊക്കി നോക്കി. എന്താ മുഖം വാടിയിരിക്കുന്നത്? എന്താ മുഖം തെളിയാത്തേ? അപ്പൊ പറഞ്ഞു, ഞാന് ഇസ്രായേലിനെ നാബോത്തിനോട് മുന്തിരിത്തോപ്പ്, അവൻ്റെ മുന്തിരിത്തോപ്പ് ചീരത്തോപ്പാക്കാൻ വേണ്ടി ചോദിച്ചു, പക്ഷേ അവന് തരത്തില്ലെന്ന് പറഞ്ഞു. ആ വാക്ക് നിമിത്തമാണ് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇസബേൽ പറയുക, നീ എഴുന്നേക്ക്, നീ ഭക്ഷിച്ചു പാനം ചെയ്യും, നിന്റെ മുഖം തെളിയട്ടെ, നീ ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവല്ലേ. എന്നിട്ട് പറയുക, നീ ചോദിച്ചിട്ട് തരാത്ത മുന്തിരിത്തോപ്പ് ഞാൻ വാങ്ങിത്തരാം. നാബോത്തിന്റെ കയ്യിൽ നിന്നും പാളിപ്പോയ തന്ത്രം ഇസബേൽ തിരിച്ചു പിടിക്കുക. അടുത്ത തന്ത്രം എന്താണെന്നറിയാമോ? നാബോത്തിന്റെ മുദ്ര വെച്ച് ഇസബേൽ ഒരു എഴുത്തെഴുതി. ആ എഴുത്തിനകത്തെ വിഷയം എന്താ? പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, നാബോത്തിന്റെ മുദ്ര വെച്ച് ഒരു എഴുത്തെഴുതിയിട്ട് അത് പട്ടണത്തിൽ പാർക്കുന്ന പ്രധാനികൾക്കും മൂപ്പന്മാർക്കും അയച്ചു. ആ എഴുത്തിനകത്തെ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ നാബോത്തിനെ വിളിച്ചിട്ട് ഏറ്റവും പുറകിലിരുത്തരുത്, പ്രധാന സ്ഥലം കൊടുത്ത് നാബോത്തിനെ വിളിച്ച് വെളിയിൽ കാറിൽ AC ഇട്ടിരുത്തരുത്. നാബോത്തിനെ വിളിച്ചിട്ട് ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുക്കണം. മതി. അപ്പൊ രണ്ടാമത്തെ തന്ത്രം എന്താണെന്നറിയാമോ? ഉപവാസം പ്രസിദ്ധപ്പെടുത്തി നാബോത്തിനെ വിളിച്ച് ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ തന്ത്രം എന്താണെന്നറിയാമോ? വ്യാജ സൽക്കാരം. ഉറക്കിയൊന്ന് പറഞ്ഞേ,
ദൈവാശ്രയ ബോധമുള്ള പ്രാർത്ഥിക്കുന്ന നിഷ്കളങ്കനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ ആഹാബിന്റെ പുറകെ ഇസബേലും മെനഞ്ഞ രണ്ടാമത്തെ തന്ത്രം വ്യാജ സൽക്കാരമാണെങ്കിൽ പ്രാപിച്ച ദൈവകൃപയ്ക്കും മുറുകെ പിടിച്ച ആത്മീക ജീവിതത്തിന് വില കൊടുക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ആത്മീക ജീവിതത്തെ ഇല്ലാതാക്കാൻ ശത്രു മെനയുന്ന രണ്ടാമത്തെ തന്ത്രത്തിന്റെ പേര് ഉറക്കിയെന്ന് പറഞ്ഞേ, വ്യാജ സൽക്കാരം. എല്ലാ സൽക്കാരവും സൽക്കാരമല്ലെന്ന്, എല്ലാ സ്വീകരണവും സ്വീകരണമല്ലെന്ന്, എല്ലാ ആദരവും ആദരവല്ലെന്ന്, എല്ലാ അംഗീകാരവും അംഗീകാരമല്ലെന്ന്, ചിലതിനകത്തൊക്കെ നമ്മുടെ ദൈവകൃപയെ തരിപ്പണമാക്കുവാൻ മറഞ്ഞു കിടക്കുന്ന വ്യാജ സൽക്കാരമുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തെ മുടിച്ചു കളയുവാൻ ശത്രു ഒരുക്കുന്ന വ്യാജ സൽക്കാരത്തെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് വിവേചനപരം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രലോഭനത്തെ ജയിക്കാനുള്ള വഴി ദൈവത്തിന്റെ വചനമാണെങ്കിൽ വ്യാജ സൽക്കാരത്തെ ജയിക്കാനുള്ള വഴി വിവേചനത്തിന്റെ ആത്മാവാണ്. നിർഭാഗ്യം, നമ്മുടെ ഇടയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു ഘടകമാണ് എന്ത്? വിവേചനപരം. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഏറെ പറയാനുണ്ടെങ്കിലും ആ ഭാഗം വിട്ടുകളയുക, സമയം മുൻപോട്ട് പോവുകയാണല്ലോ. വ്യാജ സൽക്കാരത്തെ ജയിക്കാൻ നമുക്ക് വേണ്ടിയത് വിവേചനപരമാ. വിവേചനപരം നഷ്ടപ്പെട്ടത് കൊണ്ട് എന്തും കാണാം, എന്തും കേൾക്കാം, എന്തും ഉടുക്കാം, എന്തും ധരിക്കാം, എവിടെയും പോകാം, അവിശ്വാസികളുമായി ഇണയില്ല പിണകൂടാം. എന്താ തരം താഴ്ചയുടെ മൂല്യച്യുതിയുടെ പിമ്പിലെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത്? ജാതികളുടെ ആചാരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇടവഴിയതിന്റെ പിമ്പിലെ കാരണമെന്ന് പറയുന്നത് വിവേചനത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആ ഭാഗം ഞാൻ വിടുകയാ. വ്യാജ സൽക്കാരം പ്രധാന സ്ഥലം കൊടുത്ത് നാബോത്തിനെ ഇരുത്തിയ ശേഷം അടുത്ത തന്ത്രം എന്താണെന്നറിയാമോ? കൊള്ളാവുന്ന രണ്ടെണ്ണത്തെയല്ല, പിന്നെ നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി ഒരുവനെ അപ്പുറത്തും ഒരുവനെ ഇപ്പുറത്തുമായിട്ട് നിർത്തിയിട്ട് അവൻ ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചുവെന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പീൻ. നാബോത്തിന് പ്രധാന സീറ്റ് കൊടുത്തിട്ട് രണ്ട് നീചരായ ആളുകളെ ഇടത്തും വലത്തും നിർത്തിയിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നോണമല്ലോ എന്നുമല്ല പറഞ്ഞത്. അവര് നാബോത്തിന് വിരോധമായിട്ട് ഇവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചുവെന്ന് അവന് വിരോധമായി അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഇല്ലാതാക്കാൻ ഇസബേൽ മെനഞ്ഞ മൂന്നാമത്തെ തന്ത്രം വിരോധ സാക്ഷ്യം. ഉറക്കെന്ന് പറഞ്ഞേ, ജയകരമായ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ ശത്രു മെനയുന്ന ഏറ്റവും മൂർച്ചയേറിയ ഒരു തന്ത്രമാണ് വിരോധ സാക്ഷ്യം. വിരോധ സാക്ഷ്യത്തെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മൗനമായിരിക്കുക. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൗനമായിരിപ്പീൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ ദൈവകൃപയെ തകർക്കുവാൻ വിരോധമായ സാക്ഷ്യം ശത്രു മെനയുമ്പോൾ അതിനെ ജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ, മൗനമായിരുന്നോണം. ആമേൻ. മൗനമായിരുന്നോണം. മനസ്സിൽ പോലും നിരൂപിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്റെ ആത്മീയ ജീവിതത്തെ ഉടച്ചു കളയാൻ നിനക്കെതിരെ ശത്രു മെനയുമ്പോൾ ആ വിരോധ സാക്ഷ്യം കേട്ട് പതറരുത്. പഞ്ചഭുജമടക്കി ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് മൗനമായിരുന്നോണം. നിന്റെ നീതി സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസമുണ്ട്. ജോസഫേ, നീ മൗനമായിരുന്നോ? പൊട്ടക്കിണർ വന്നോ? മിണ്ടണ്ട. തള്ളപ്പെട്ടോ? മിണ്ടണ്ട. അടിമച്ചന്തയെ കൊണ്ടുപോയി വിറ്റോ? മിണ്ടണ്ട. കാരാഗൃഹത്തിലിട്ടോ? മിണ്ടണ്ട.
മൗനമായിരുന്നു. നീ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു രാജസിംഹാസനം ദൈവം നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട്. ആ സിംഹാസനത്തിലേക്ക് നടന്നു കയറാൻ ഒരു വഴി നിനക്ക് ആവശ്യമാണ്. നീ അനുഭവിച്ച അപമാനങ്ങളും നിന്ദകളും പൊട്ടക്കിണറുകളും ആക്ഷേപങ്ങളും ദൈവം നിനക്കൊരുക്കിയിരിക്കുന്ന സിംഹാസനത്തിലേക്ക് ചവിട്ടി കയറാനുള്ള ചവിട്ടുപടികളായി തീരുന്ന ഒരു ദിവസമുണ്ട്. വിരോധ സാക്ഷ്യത്തിന്റെ മുമ്പിൽ മൗനമായിരിക്കുക. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാലാമത്തേത് തന്ത്രമല്ല, കടുങ്കയ്യ. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാലാമത്തേത് തന്ത്രമല്ല, കടുങ്കയ്യ. എന്താണെന്നറിയാമോ? 3 തന്ത്രങ്ങളിലും വീഴാത്ത നാബോത്തിനെ വലിച്ചു പുറത്തു കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത്? കല്ലെറിഞ്ഞു കൊല്ലണം. കല്ലെറിഞ്ഞു കൊല്ലണം. നോക്ക്, പ്രലോഭനത്തിന് ശേഷം, വ്യാജ സൽക്കാരത്തിന് ശേഷം, വിരോധ സാക്ഷ്യത്തിന് ശേഷം സബേലും ആഹാബും ഒരു കാര്യം ചെയ്യുകയാ. നാബോത്തിനെ വലിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് അവനെ കല്ലെറിയുകയാ. ആളുകളെ നിർത്തി അവനെ കല്ലെറിയുകയാ. വേദപുസ്തകത്തിൽ കല്ലേറുകൊണ്ട് മരിച്ച പലരുണ്ട്. ആഖാൻ ഇല്ലേ, തക്കതായ കാരണം കൊണ്ട് ഏറുകൊണ്ട് മരിച്ചു. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസ് ക്രിസ്തു നിമിത്തം കല്ലേറുകൊണ്ട് മരിച്ചു. കല്ലേറ് കൊള്ളുമ്പോൾ ആ വേദനകളുടെ നടുവില് ആമേൻ തലപൊക്കി മേപ്പോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കാഴ്ച കാണുകയാ. സ്വർഗം തുറന്നിരിക്കുന്നു. പ്രാപിച്ച ദൈവകൃപയുടെ നടുവിൽ നിനക്കെതിരെ ആക്രമണങ്ങൾ വരുമ്പോൾ, പ്രാപിച്ച ശുശ്രൂഷയുടെ നടുവിൽ നിനക്കെതിരെ ആക്രമണം വരുമ്പോൾ, മുറുകെ പിടിച്ച ആത്മീയ ജീവിതത്തിന്റെ പേരിൽ നിനക്കെതിരെ പോരാട്ടങ്ങൾ വരുമ്പോൾ, നീ തലപൊക്കി മേപ്പോട്ട് നോക്കിയാൽ നിനക്കൊരു കാര്യം കാണാൻ കഴിയും. സൂര്യനെയല്ല, ചന്ദ്രനെയല്ല, നക്ഷത്രങ്ങളെയല്ല, അവയെ ഉണ്ടാക്കിയവൻ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച നിനക്ക് കാണാൻ കഴിയും. ഇവിടെ കല്ലേറ് കൊണ്ട് മരിച്ച അടുത്ത വ്യക്തിയാണ് നാബോത്ത്. കൂട്ടം കൂടി കല്ലെറിയുകയാ. ഏറെ ശരീരത്ത് കൊള്ളുമ്പോൾ മാംസം അസ്ഥിയിൽ നിളകി തൂങ്ങി ചോര ഒഴുകുക. നാമമാത്രമായ നിമിഷങ്ങൾക്കകം ആ ഭക്തന്റെ ചുറ്റും കല്ലുകൾ കുന്നുകൂടി. ആ കൽക്കൂനയ്ക്കിടയിലൂടെ അവന്റെ ചോര ഒരു ഉറവ പോലെ ഒഴുകി. കല്ലേറ് കൊണ്ട് പിടയുന്ന നാബോത്തിനോട് ചോദിക്ക്, എന്തിനാ നിന്നെ എറിയുന്നത്? എന്ത് തെറ്റാ നീ ഏറുകൊള്ളാൻ ചെയ്തത്? തലകുടഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയും, ഒരു തെറ്റും ഞാൻ ചെയ്തില്ല, ഒരു ദ്രോഹവും ഞാൻ ചെയ്തില്ല, പിന്നെ എന്തിനാ നിന്നെ എറിയുന്നത്? ഹൃദയം തകർന്ന മനുഷ്യൻ പറയും, ഒരു മുന്തിരിത്തോപ്പിന്റെ പേരിലാണ് ഞാൻ ഏറെ കൊള്ളുന്നത്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീതിമാനായ നാബോത്ത്, നിഷ്കളങ്കനായ നാബോത്ത്, ദൈവാശ്രയ ബോധമുള്ള നാബോത്ത്, പ്രാർത്ഥിക്കുന്ന ഭക്തനായ നാബോത്ത് കല്ലേറ് കൊണ്ട് ചോരയൊഴുക്കി മരിച്ചത് അപരാധങ്ങളോ അകൃത്യങ്ങളോ ഒന്നും ചെയ്തിട്ടല്ല, ഒരു മുന്തിരിത്തോപ്പിന്റെ പേരിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയരേ, പഴയ നിയമത്തിലെ നാബോത്ത് ഒരു മുന്തിരിത്തോപ്പിന്റെ പേരിൽ, ഒരു മുന്തിരിത്തോപ്പിന് വേണ്ടി കല്ലേറ് കൊണ്ട് ചോരയൊഴുക്കി മരിച്ചെങ്കിൽ, എൻ്റെ സന്ദേശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ വരികയാ. പുതിയ നിയമത്തിന്റെ തങ്കത്താളിൽ നാബോത്തിനേക്കാൾ ശ്രേഷ്ഠനായ ഒരുവനെ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്താം. ആ ശ്രേഷ്ഠനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവുന്നുണ്ട്. അവൻ കല്ലേറ് കൊണ്ടല്ല മരിച്ചത്, അവൻ ഒരായുധം കൊണ്ടല്ല മരിച്ചത്. അവൻ കാൽവറിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി മരിച്ചു. കൈകൾ ഉയർത്തി അവനെ ഒന്ന് മഹത്വപ്പെടുത്തുക. നാബോത്ത് ഒരു മുന്തിരിത്തോപ്പിന് വേണ്ടി കല്ലേറ് കൊണ്ട് ചോരയൊഴുക്കി മരിച്ചെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാബോത്തിനേക്കാൾ ശ്രേഷ്ഠനും യോഗ്യനുമായ ക്രിസ്തു കാൽവറിയുടെ കുലമരത്തിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. 5480 പരം മുറിവുകൾ, മേലാപാത ചൂടമേറ്റു. 1-2 മുറിവുകളല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിഭാഗം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പുറത്തുവിട്ട വിവരത്തിനകത്ത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ പ്രായം 33.5 വയസ്സാ.
അവന്റെ ശരീരത്തിന്റെ തൂക്കം 85 കിലോയാ. അവന്റെ പൊക്കം 5.13 നീളമാ. ആരോഗ്യ ദൃഢകായനും സുമുഖനുമായ ഒരു വ്യക്തിപ്രഭാവം. അവൻ വഹിച്ച ക്രൂശിന്റെ തൂക്കം 150 കിലോയാണ്. ആ ക്രൂശിന്റെ നീളം 15 അടിയാണ്. അതിന്റെ വീതി 6 അടിയാണ്. അവനെ തറച്ച ആണിയുടെ വണ്ണം 3 ഇഞ്ചാണെങ്കിൽ അതിന്റെ നീളം 8 ഇഞ്ചാണ്. അവനെ അടിക്കുവാൻ ചുറ്റും നിന്നത് 350 പട്ടാളക്കാരും 50 കുതിരസേവകരുമാണ്. അവൻ ഒഴുക്കിയ രക്തത്തിന്റെ അളവ് 1-2 തുള്ളിയല്ല, 6.5 ലിറ്റർ രക്തമാണ് അവൻ ഒഴുക്കിയത്. ഇന്ന് രാത്രി ഒരു മുന്തിരിത്തോപ്പിന് വേണ്ടി നാബോത്ത് കല്ലേറ് കൊണ്ട് മരിച്ചെങ്കിൽ നാബോത്തിനേക്കാൾ ശ്രേഷ്ഠനായ ഒരുവൻ കാൽവറിയിൽ മരിച്ചു. ഞാൻ ഓർപ്പിച്ചതുപോലെ 5480 പരം മുറിവുകളേറ്റ് 150 പരം ആഴമുള്ള മുറിവുകൾ പുറത്തു മാത്രമേറ്റവനായി 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ട തൊണ്ടയോടുകൂടെ 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോട്ടിക്കകത്തേക്ക് ആഴ്ന്നിറങ്ങിയവനായി. എത്ര ക്രൂരമായ രംഗമാണ്! തലയോടിനകത്തേക്ക് 17 മുള്ളുകൾ തുളച്ചിറങ്ങിയെന്നാണ് ആ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവല്ലയിൽ എനിക്കൊരു പ്രിയ സ്നേഹിതൻ പിതാവുണ്ട്. പരസ്യയോഗങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് സംഗമിക്കാറുണ്ട്. ചില നാളുകൾക്ക് പുറകിൽ അദ്ദേഹം യെരുശലേം സന്ദർശിക്കാൻ പോയി തിരിച്ചു വന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു സന്ദർശനം? എന്നോട് പറഞ്ഞു, ഗംഭീരമായിരുന്നു മക്കളെ. എന്നിട്ട് അദ്ദേഹം അകത്തോട്ട് പോയി ഞാനൊരു സാധനം കാണിക്കാമെന്ന് പറഞ്ഞു. നീളമുള്ള ഒരു 3 ഇഞ്ച് നീളമുള്ള ഒരു മുള്ള അദ്ദേഹം എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ മുള്ളുയർത്തി കാണിച്ചിട്ട് അദ്ദേഹം വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനെ കരയുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, ഈ ഇനത്തിൽപ്പെട്ട മുള്ളാണ് നമ്മുടെ കർത്താവിൻ്റെ തലയിലേക്ക് തറച്ച് അടിച്ചിറക്കിയത്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു മുൾക്കുലയാണ്. പഴക്കുലയെന്നും പൂക്കുലയെന്നും കേട്ടിട്ടുണ്ട്. മുൾക്കുലയെന്ന് ആദ്യമായി ഞാൻ കേൾക്കുന്നത് തടിയോട് ചേർന്ന് വളരുന്നൊരു മുൾക്കുലയാ. ഇതിന് 3 അടി നീളം വരും. ഇതിൻ്റെ മുള്ളുകൾ 2.5-3 ഇഞ്ച് നീളം വരും. ഇത് വിളഞ്ഞ് പാകമാകുമ്പോൾ തടിയോട് ചേർത്ത് ചെത്തിയെടുത്തിട്ട് ഇതിനെ ഒലിവണ്ണയ്ക്കകത്ത് മണിക്കൂറുകൾ മുക്കിവെക്കും, ദിവസങ്ങൾ മുക്കിവെക്കും. ശേഷം ഇതിനെ തീക്കകത്തേക്കിടുമ്പോൾ ഇതിൻ്റെ മുള്ളുകൾ കാരുമ്പാണികളുടെ കരുത്താകും. ഇത് വളച്ചു വെച്ച് കിരീടം പോലെയാക്കി നാഥൻ്റെ തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ച് കാലുകൊണ്ട് ചവിട്ടിയിറക്കുമ്പോൾ ആ മുൾക്കിരീടത്തിലെ 17 മുള്ളുകളോളം അവൻ്റെ തലയ്ക്കകത്തേക്ക് ആഴ്ന്നിറങ്ങി 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് പിടിച്ച് ക്രൂശിന്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ 350 പട്ടാളക്കാര് 50 കുതിരസേവകർ അവനെ അടിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങ് ദൂരെ തലയോടിന്റെ ആകൃതിയിൽ തലപൊക്കി നിൽക്കുന്ന ഗാഗുൽത്തയുടെ നെറുകയിൽ 3 കാരുമ്പാണിമേൽ ശരീരത്തിന്റെ മുഴുവൻ രക്തവും ഊറ്റി അവിടുന്ന് മരിച്ചു. അവസാനം ജീവനുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അവന്റെ വിലാപ്പുറത്തേക്കൊരു കുന്തം അങ്ങോട്ട് കുത്തിക്കയറ്റി. ചെറുവക്ക കൺവെൻഷനിൽ ആദ്യമായി ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞ് ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുക. ജീവനുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വിലാപ്പുറത്തേക്ക് കുന്തം കയറ്റി. ഈ ഭാഗമാണ് വിലാപ്പുറം. വിലാപ്പുറത്തേക്ക് കുന്തം കയറണമെങ്കിൽ 2 വാരിയല്ലുകൾ ഭേദിക്കപ്പെടണം. നീതിമാന്റെ അസ്ഥിയിൽ ഒന്നുപോലും ഒടിയത്തില്ലെന്ന വചനം. അതുകൊണ്ട് അവന്റെ അസ്ഥി ഒടിഞ്ഞില്ല, അവന്റെ അസ്ഥി വാരിയല്ലുകൾ ഭേദിക്കപ്പെട്ടു. ഭേദിക്കപ്പെട്ട വാരിയല്ലുകൾക്കിടയിലൂടെ തുളഞ്ഞു കയറിയ കുന്തത്തിലൂടെ ചെഞ്ചോര വടിഞ്ഞൊഴുകി. ആ വടിഞ്ഞൊഴുകിയ ചോര എന്തിനെയാണ് പുറത്തു കൊണ്ടുവന്നത്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏദൻ പറുദീസയിൽ ഒന്നാമത്തെ ആദാമിന്റെ വാരിയല്ലിൽ ഒന്ന് ഭേദിക്കപ്പെട്ടപ്പോൾ ആ ഭേദിക്കപ്പെട്ട വാരിയല്ലിലൂടെ അവൻ ഇണയായി, അവന് തുണയായി ഒരു ഹൗവ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ കാൽവറിയുടെ കുലമരത്തിൽ ഒടുക്കത്തെ ആദാമിന്റെ ഭേദിക്കപ്പെട്ട വാരിയലുകൾക്കിടയിലൂടെ തുളച്ചു കയറിയ കുന്തത്തിലൂടെ വടിഞ്ഞൊഴുകിയ അവസാനത്തുള്ളി ചോരയിലൂടെ അവൻ സമ്പാദിച്ച സമ്പാദ്യം എന്താണെന്നറിയാമോ? മുന്തിരിത്തോപ്പാകുന്ന ദൈവത്തിന്റെ സഭയാണ്. കരങ്ങൾ ഉയർത്തി അവനെ മഹത്വപ്പെടുത്തോ.
നാബോത്ത് ഒരു മുന്തിരിത്തോപ്പിന് വേണ്ടി മരിച്ചെങ്കിൽ യേശു തൻ്റെ രക്തത്തിലൂടെ സമ്പാദിച്ചത് മുന്തിരിത്തോപ്പാകുന്ന ദൈവസഭയാണ്. അതിനെ തകർക്കുവാൻ, ആ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ആത്മീക ജീവിതത്തെ തകർക്കുവാൻ ഒരു ചെറുകുറുക്കന്മാരെയും നാം വെച്ചു പൊറുപ്പിക്കരുത്. ആ മുന്തിരിത്തോപ്പിനെ ഇല്ലാതാക്കാൻ ശത്രുവായവൻ ഒരുക്കുന്ന പ്രലോഭനങ്ങളെ ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ജയിക്കാം. ആ മുന്തിരിത്തോപ്പിനെ ഇല്ലാതാക്കാൻ ശത്രു കൊണ്ടുവരുന്ന വ്യാജ സൽക്കാരങ്ങളെ ആമേൻ വിവേചനാത്മാവിനാൽ നമുക്ക് ജയിക്കാം. ആ മുന്തിരിത്തോപ്പിനെ തകർക്കാൻ ശത്രു കൊണ്ടുവരുന്ന വിരോധ സാക്ഷ്യങ്ങളെ ദൈവകൃപയിൽ ആശ്രയിച്ച് മൗനമായി നമുക്ക് ജയിക്കാം. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയരെ, 30 വെള്ളിക്കാശിൻ്റെ ഖനം കാണുമ്പോൾ പ്രാണനാഥൻ്റെ ചങ്കിലെ ചൂടറിഞ്ഞിട്ട് അവനെ ഒട്ടിക്കൊടുത്ത യൂദായേ, നിന്നെയല്ല ദൈവത്തിന് ആവശ്യം. കത്തിച്ചു വച്ച സ്ഥാനത്ത് ഒരു മെഴുകുതിരിക്കാൽ എരിയേണ്ടിയതുപോലെ എരിഞ്ഞ് തീരേണ്ടി വന്നാലും പ്രാപിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി, അറിഞ്ഞ സത്യത്തിന് വേണ്ടി, മുറുകെ പിടിച്ച ആത്മീയ ജീവിതത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ വിശ്വസ്തയോടെ നിൽക്കുന്ന നാബോത്ത്, നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഒരു തീരുമാനം നമുക്കെടുക്കാം. എന്തെല്ലാം ആഞ്ഞടിച്ചാലും, ഏതെല്ലാം ആഞ്ഞടിച്ചാലും പ്രാപിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി, അറിഞ്ഞ സത്യത്തിന് വേണ്ടി, നയിക്കുന്ന ആത്മീയ ജീവിതത്തിന് വേണ്ടി ഞാൻ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് തീരുമാനമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ശേഷം ഗായിക സംഘം മുൻപോട്ട് വരും. പ്രത്യാശയുടെ ഗാനം അവർ പാടും. അവരോട് ചേർന്ന് ആത്മനിറവിൽ പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് നിങ്ങൾ പോകാൻ വേണ്ടി അല്ല. ഈ യോഗം തീർന്നിട്ടില്ല, ഈ ദൂത് അവസാനിച്ചിട്ടില്ല. യോഗം തീരും മുമ്പ് പന്തൽ നിങ്ങൾ വിട്ടാൽ ഈ യോഗത്തോടും ദൂതിനോടും കാട്ടുന്ന ഒരുതരം അവഹേളനമാണ്. അതരുതേ. നിങ്ങളെ എഴുന്നേൽപ്പിച്ചത് ശാന്തമായി സൈഡിൽ കൂടെ പോകാനല്ല. മുന്തിരിത്തോപ്പിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവനെ നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോകുകയാ. ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പാടാൻ പോകുകയാ. ഈ മുന്തിരിത്തോപ്പിൻ്റെ പടപ്പൻ ഇലകൾക്കിടയിലാണ് ഈ ചെറുകുറുക്കന്മാർ പതിയിരിക്കുന്നത്. അതുകൊണ്ട് മുന്തിരിത്തോപ്പിൻ്റെ വള്ളി കണ്ടിച്ച് കളയുന്ന, മുന്തിരിത്തോപ്പിൻ്റെ വള്ളി മുറിച്ച് കളയുന്ന ചെറുകുറുക്കന്മാർ ആ ഇലകൾക്കിടയിലുണ്ട്. ആമേൻ. അതിനെ പുറത്താക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? മുന്തിരിത്തോപ്പിൻ്റെ ഉടമസ്ഥൻ 2-3 അടി നീളമുള്ള കമ്പ് കൊണ്ടുവന്ന് ആ പടപ്പൻ മുന്തിരിയുടെ ഇലകൾക്ക് മുഴുവിൽ മെല്ലെ മെല്ലെ അടിക്കുമ്പോൾ, ആ മുന്തിരിത്തോപ്പ് നന്നായി ഉലയുമ്പോൾ അതിൻ്റെ ഇലകൾക്കടിയിൽ അതിൻ്റെ വള്ളി മുറിക്കാൻ പതിയിരിക്കുന്ന ചെറുകുറുക്കന്മാർ താനെ പുറത്ത് ചാടി ഓടും. നിന്റെ ദൈവകൃപ ഇല്ലാതാക്കാൻ, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ, നിന്നിൽ പതിയിരിക്കുന്ന, എന്നിൽ പതിയിരിക്കുന്ന ജഡത്തിന്റെ പ്രവർത്തികളാകുന്ന ചെറുകുറുക്കന്മാർ പുറത്തു പോകണമെങ്കിൽ നാം ആകുന്ന മുന്തിരിത്തോപ്പ് ഒന്ന് ചലിക്കണം. എങ്ങനെ ചലിക്കണം? ആരാധനയിൽ ആത്മാവിലൊന്ന് ചലിക്കണം. നാം ഒരുമിച്ച് അല്പനിമിഷം ആരാധിക്കാൻ പോകുക. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശ്വസിക്കുന്ന നിന്റെ ജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ വിടുതൽ ദൈവശക്തിയായി, പുതിയ ജീവനായി, പുതിയ അഭിഷേകമായി, പുതിയ ആത്മനിറവായി വ്യാപരിക്കട്ടെ. നിന്റെ ജനത്തെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചങ്ങ് ആരാധിക്കാൻ പോകുകയാണ്. ആരാധനയുടെ നടുവിൽ മൂർച്ച നഷ്ടപ്പെട്ട ഒരു ആയുധത്തെ ചാണയിൽ രാഗി മിനുക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ മങ്ങിപ്പോയ കൃപാവരങ്ങളെ, ഞങ്ങളുടെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ ഇരട്ടി ശക്തിയോടെ തിരികെ തരുന്ന രാത്രിയാകണം. ജയകരമായ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമസ്ഥരാക്കി ഇന്ന് രാത്രി ഞങ്ങൾ മടക്കിയേക്കണം. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ അടിച്ച് ശക്തിയോടെ അന്യഭാഷകളിൽ അല്പനിമിഷം ദൈവത്തെ ആരാധിക്കാം. ഗായക സംഘം പാടും. ആത്മനിറവിൽ അവരോട് ചേർന്ന് പാടി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും അടിച്ച് മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ
യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോ ചടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോ പാരിൽ പാർത്തിടുന്ന വന്നാളിൽ രൂപാന്തരം പ്രാപിക്കും പാരിൽ പാർത്തിടുന്ന വന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം രോഗദുഃഖങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതെ രോഗദുഃഖങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതെ ഓ ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ചേരുന്ന വേഗത്തിൽ ഇമ്പവിടവിൽ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ 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 കാണുന്ന വന്നാളിൽ നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ജയമെടുക്കേണ്ടവരാണ്. നമ്മുടെ ആത്മീയജീവിതത്തെ തകർത്ത് കളയുന്ന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളയുന്ന എല്ലാ ഇരുളിന്റെ മണ്ഡലത്തിന്റെ മേലും ഒരു ജയമെടുക്കുവാൻ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി 32ാമത് ചെറുവക്കൽ കൺവെൻഷൻ ഒരു ഉണർവിന് കാരണമായി തീരട്ടെ, ഒരു ആത്മീയ ശക്തിക്ക് കാരണമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കും. ദാസൻ പി എസ് പ്രിൻസ് സാർ മുമ്പോട്ട് കടന്നു നമ്മെ പ്രാർത്ഥനയെ സഹായിക്കും.